ഗുഡ് മോർണിംഗ്. എല്ലാവരെയും സീന ബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ട നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ എസൻസ് വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കപ്പോൾ ഈ കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കൊഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉണ്ട ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്. 4-5 പിന്നാണെങ്കിൽ ഏലക്ക ചതച്ചത് എടുത്തിട്ടുണ്ട്. നെയ്യ്, ശംഖുപുഷ്പം ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂണ് നെയ്യും ചേർത്ത് പിന്നെ ശംഖുപുഷ്പം ഇട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കും. മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇനി ഈ അവലും തേങ്ങയും ശർക്കരയും കൂടെ ഞാൻ കൂട്ടി യോജിപ്പിച്ച് ഇളക്കി വെച്ച് ഈ കൊഴുക്കട്ടയ്ക്കകത്ത് ഫില്ലിംഗ് ആയിട്ട് ചേർത്ത് വെക്കും. ഇതിലേക്ക് കുഴയ്ക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഈ ശംഖുപുഷ്പം ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് എത്രമാത്രം കളർ വേണോ അത്രയും നമ്മൾ ശംഖുപുഷ്പം ഇട്ട് കൊടുക്കണം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ശംഖുപുഷ്പം ചേർക്കുകയാണ്. ശംഖുപുഷ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ശംഖുപുഷ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൽ കിടന്നൊന്ന് തിളച്ച് ഈ വെള്ളത്തിൻ്റെ കളറൊന്ന് നീലയാകണം. പച്ചവെള്ളത്തിൽ നിന്ന് ഈ ശംഖുപുഷ്പം അരിച്ചെടുത്ത് മാറ്റും. ഇതിലേക്ക് ഈ തേങ്ങയും പൊടിച്ച് വച്ചിരിക്കുന്ന ശർക്കര ഇട്ട് ഇളക്കാൻ പോവുകയാണ്. കൊഴുക്കട്ടയ്ക്കകത്ത് ഫില്ലിങ്ങിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ജീരകവും ഏലക്കായും ചതച്ചതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ആവശ്യാനുസരണം മധുരം ഇട്ട് കൊടുക്കണം. കൊഴുക്കട്ടയ്ക്കകത്തേക്കുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്ത് വച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. 1 സ്പൂൺ ഞാൻ നെയ്യ് ഒഴിക്കുകയാണ്. 1 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് ഈ അരിപ്പൊടിയിലൊന്ന് തിരുമ്മി പിടിപ്പിക്കുകയാണ്. നമ്മുടെ ശംഖുപുഷ്പമൊക്കെ നമ്മൾ തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം കുറേശ്ശെയായിട്ട് ഈ പിന്നെ കൊഴുക്കട്ടയ്ക്കുള്ള ഈ പൊടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. നല്ല ചൂടാണ്. കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കൊഴുക്കട്ടയ്ക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേരിട്ട് കൈയിട്ട് ഇളക്കുമ്പോൾ നമുക്ക് കൈക്കൊരു നല്ല ചൂട് അനുഭവപ്പെടും. കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് കൈയിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം കറക്റ്റ് വെള്ളം പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം.
ഇത് വീഡിയോയിൽ എത്രമാത്രം നീല കളർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു നല്ല ഒരു സ്കൈ ബ്ലൂ കളറിലേക്ക് ഇതെത്തിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് ഇപ്പോഴും. ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കൊന്നും കൊഴുക്കട്ടയ്ക്ക് വലിയ കളർ ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു സ്കൈ ബ്ലൂ കളറിലാണ് ഈ കൊഴുക്കട്ട ഇരിക്കുന്നത്. ഇപ്പോഴീ കൊഴുക്കട്ടയുടെ മാവിൽ നല്ല ആവി പറക്കുന്നേ ഉള്ളൂ. ചെറിയ ബോളുകളാക്കി ഈ ഫില്ലിങ്സ് വെച്ച് നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കാം. അങ്ങനെ നമുക്കിതെല്ലാം ഉരുട്ടിയിട്ട് വരാം. അതിൽ നിന്നൊക്കെ നല്ല നെയ്യുടെ മണമാണ് എടുക്കുന്നത്. അവലൂടെ ചേർത്ത ഫില്ലിങ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. തേങ്ങ മാത്രമല്ല, ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ ശംഖുപുഷ്പം ഇട്ടാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊഴുക്കട്ടയെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസേൽ ഇഡലിച്ചെമ്പിൽ കൊഴുക്കട്ട വേവിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കൊഴുക്കട്ട ഇഡലിച്ചെമ്പിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഒരു 20-25 മിനിറ്റ് വരെ ഇതിന് വേവുണ്ടാകും. ഇത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കൊഴുക്കട്ട വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റായി. നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. കൊഴുക്കട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ട് കൊഴുക്കട്ട. വെന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ആ കളർ അറിയാൻ പറ്റുന്നുണ്ടെന്ന്.
കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ സീന ബൈ പാർവണ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അടുത്ത ദിവസം മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.